ഈ ചില ആളുകൾക്കൊക്കെ മുസ്ലിം വിദ്വേഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരുടെ കമന്റിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഈ ഒരു കമന്റ് ഒക്കെ അടിക്കുന്നത് എവിടെ നിന്നിട്ടാ? ഇസ്ലാമിക രാജ്യമായ ഗൾഫിൽ ഇരുന്നിട്ടാണ്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നുള്ളതൊക്കെ. ഈ സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അബുദാബിയിലെ ആ ഒരു 4 കുട്ടികള്, ആ ഒരു വീട്ടുകാരുടെ ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ആ ഒരു മരണത്തിൽ പോലും, ആ ഒരു കുട്ടികളുടെ മരണത്തിൽ പോലും ജോസഫ് ബെന്നി എന്ന് പറയുന്ന അവനടിച്ച കമന്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഖമറുദ്ദീനിക്ക ഒരു കിടിലൻ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിപ്പിക്കാം. അവൻ പറഞ്ഞത് എന്താന്ന് പറയുക, പന്നി പെറ്റുണ്ടാക്കുന്നത് പോലെ കുറെ എണ്ണം ചത്തൊടുങ്ങിയാൽ എന്താ, ഇനിയും ഉണ്ടാക്കാമല്ലോ എന്നുള്ളതൊക്കെയാണ് അവന് കമന്റ് അടിച്ചത്. ഇപ്പൊ ഇവനെ പോലീസ് പൊക്കിയിട്ടുണ്ട്. ഇനി ഇവന്റെ ജീവിതം അതും ഗൾഫിലൊക്കെയാണ് പൊക്കിയിട്ടുള്ളത്. അത് പോലീസ്, ഇവിടുത്തെ പോലീസ് അല്ല, അവിടുത്തെ നിയമമാണ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഖമറുദ്ദീനിക്കാന്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് ഒരു ആള് മാത്രമല്ല കേട്ടോ. അതായത് ഒരു ജോസഫ് ബെന്നി മാത്രമല്ല, ഇതുപോലെ വർഗീയമായിട്ട് മുസ്ലിം വിദ്വേഷം വെച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഗൾഫ് രാജ്യത്തുണ്ട്. അതായത് അറബികളുടെ നാട്ടിൽ, മുസ്ലിം രാജ്യത്തുണ്ട്. ഇതൊരു എക്സാമ്പിൾ മാത്രമല്ല, ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ന്റെ പണി തന്നെ കിട്ടും. നമസ്കാരം, ഞാൻ ഖമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത്. എന്റെ വിഷയം, അബുദാബിയിൽ ഒരു കുടുംബത്തെ 4 മക്കൾ വാഹനാപകടത്തിൽ മരണപ്പെട്ട വിവരം കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അറിയാം. വല്ലാത്ത ദുഃഖത്തിലാണ്, പ്രവാസ ലോകം ഒന്നടങ്കം സങ്കടത്തിലാണ്. ഒരു കുടുംബത്തെ മാതാവും പിതാവും മക്കളും വീട്ടുജോലിക്കാരിയും അടങ്ങുന്ന ഒരു സംഘം വണ്ടിയിൽ യാത്ര ചെയ്യവേ അപകടത്തിൽപ്പെട്ട് ഒരു കുടുംബത്തെ 4 മക്കൾ മരണപ്പെട്ടു പോയി. വല്ലാത്ത ദുഃഖത്തിലിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേരളത്തിലെ ഒരു മലയാളി ജോസഫ് ബെന്നി എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്നും ഒരു കമന്റ് ഇട്ടതാണ്. പന്നിപുരം പോലെ പെടുകല്ലേ, ചത്താൽ എന്താ, ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന്. ഇവനൊക്കെ മനുഷ്യനാണോ? അല്ലെ, ഞാൻ അറിയാതെ ചോദിക്കുകയാണ്. ഒരു കുടുംബത്തെ 4 മക്കളാണ് ഇല്ലാതായത്. എത്ര വിഷമമാണ് കേരളത്തിലെ മലയാളികൾക്ക്. ആ വാർത്ത വായിക്കുന്ന മനുഷ്യരിൽപ്പെട്ട ആരെങ്കിലും അതെ ഈ പറയുന്ന വാർത്തയെ കളിയാക്കുമോ? നമുക്കുമില്ലേ ഭാര്യയും മക്കളും അച്ഛനും അമ്മയും അതുപോലെ തന്നെ കുടുംബങ്ങളും. നമ്മുടെ കുടുംബത്തിലാണ് ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വിഷമം ഉണ്ടാകും. അങ്ങനെ ഇരിക്കെ ഒരു പ്രവാസ ലോകത്തിൽ നിന്നും എന്താണ്, പന്നി പ്രസവിക്കുന്ന പോലെ പ്രസവിക്കല്ലേ, ചത്താൽ എന്താ, ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന്. ഇവന്റെ മക്കളാണ് ഇതുപോലെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ഇതുപോലെ എഴുതുമോ? അല്ലെങ്കിൽ ഇവനക്കെതിരെ നമ്മൾ എഴുതിയാൽ അത് ഇവൻ വായിച്ചാൽ എത്ര സങ്കടം ഉണ്ടാകും? അപ്പോ ഇങ്ങനെയുള്ളവൻ ഈ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അവനെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിച്ചു എന്നും കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണോ എന്നറിയില്ല. ഈ വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഇവനെ ആ കുടുംബത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ കുടുംബത്തെ ആരും വിവരമുള്ളവർ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഇവൻ എഴുതിവിട്ട ഈ വാക്കിന് ഇവന്റെ ഭാര്യ, ഇവനിക്കുണ്ടായ വല്ല മക്കളുണ്ടെങ്കിൽ, ഇവന്റെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ ഒരിക്കലും കഴിയില്ലല്ലോ. രാജ്യത്തിന്റെ ലോകത്തിന്റെ പവിത്രമായ മതങ്ങളിൽപ്പെട്ട ഒരു മതമായ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു വിശ്വാസിയാണ് ഇവൻ. ഇവൻ ക്രിസ്ത്യാനിയാണോ? അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് എന്ത് മതമാണുള്ളത്? ഏതെങ്കിലും മതം മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ ആക്രമിക്കാനോ കൊല്ലാനോ, ആരെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന അപകടത്തിലൂടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പറയുന്നുണ്ടോ? ഒരു മതവും പറയുന്നില്ല. ലോകത്തെ എല്ലാ മതവും ലോകത്തിന്റെ മനുഷ്യരുടെ സമാധാനത്തിനും മനുഷ്യരുടെ ഉന്നമനത്തിനും ലോകത്തിന്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഓരോ മതങ്ങളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മതത്തിന്റെ വിശ്വാസിയാണ് ഇവൻ. ഇവൻ എന്ത് വിശ്വാസിയാണ്? ഇവൻ എന്ത് ക്രിസ്ത്യാനിയാണ്? ഇതുപോലുള്ള ഇങ്ങനെയുള്ളവരെയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കണം. റിയാദിൽ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇവനെ ഒരിക്കലും വിടരുത് കേട്ടോ. ഇവനെ ഒരിക്കലും വിടരുത്. ഈ ബെന്നി ജോസഫ് ബെന്നി എന്ന് പറയുന്ന വിടരുത്. ഇവന്റെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവനെയൊക്കെ ചുമന്നിട്ട് നടക്കുന്നുണ്ടല്ലോ ഇവന്റെ വീട്ടുകാര്. ഇവനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് കൂടിപ്പോകും. പ്രവാസികൾക്ക് എന്ത് ജാതിയാണ്, എന്ത് മതമാണ്, എന്ത് രാഷ്ട്രീയമാണ് ഉണ്ടാകും. എന്ത് തന്നെയാണെങ്കിലും ഒരു മലയാളികൾക്ക് ഒരു ദുഃഖം വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ ആ സങ്കടത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ദുഃഖത്തിൽ ഈ പറയുന്ന ആളുകൾ പങ്കുചേർന്നുകൊണ്ട് ആ മനുഷ്യരുടെ കുടുംബത്ത് സമാധാനം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ജാതിയും ഉണ്ടാകും, മതമുണ്ടാകും, രാഷ്ട്രീയം ഉണ്ടാകും, ആശയങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഒരു വശം. പക്ഷേ ഒരു അപകടം വരുമ്പോ നമ്മൾ നോക്കി നിൽക്കുമോ? ഒരു മനുഷ്യരെ നോക്കി നിൽക്കില്ല. മനുഷ്യത്വം മരവിച്ച ഒരുപാട് വളരെ മോശമായ രീതിയിൽ കമന്റുകൾ എഴുതിവിടുന്ന വർഗീയ മോശമായ ആളുകളുണ്ട് ഇന്ന് മലയാളികളിൽപ്പെട്ട ആളുകൾ. അത് എല്ലാ മതത്തിലുമുണ്ട്. അത് മാത്രമല്ല, അതരസം ഒരു വിഭാഗത്തെ മാത്രമാണ് ടാർഗറ്റ്. പന്നി പ്രസവിക്കും പോലെ പ്രസവിച്ചതല്ലേ, ചത്താൽ എന്താണ്, ഇനിയും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവന്റെ മനസ്സിനകത്ത് അവന്റെ വർഗീയത എത്രത്തോളം ഉണ്ട് എന്ന് അത് വായിക്കാൻ കഴിയും. ആ എഴുത്തിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ളവരാണ് സൗദി അറേബ്യ പോലെയുള്ള ഒരു ഇസ്ലാമിക രാജ്യത്ത് ജോലി ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. ഇവനെയൊക്കെ ചാണകവെള്ളം തെളിച്ച് ചവിട്ടി പുറത്താക്കണം. ഇവനൊക്കെ പറയേണ്ട ഭാഷ വേറെയാണ്. പക്ഷെ ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇവിടെ മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ലോക സമൂഹം, ലോക മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മലയാളികൾ ഒരിക്കലും നോക്കി നിൽക്കാറില്ല.
ശക്തമായി ആ ബുദ്ധിമുട്ട് വരുന്നവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയാണോ, അത് നമ്മൾ നടത്താറുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്നത് അതല്ല. കുറെ ആളുകളുണ്ട് പറയുന്ന നമ്മുടെ കേരളത്തിനകത്തുണ്ട്. അവരുടെ സ്വഭാവങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എഴുതിവിടുന്നത്. ജോസഫ് ബെന്നി എന്തിനുണ്ടായതാണ്, എങ്ങനെ ഉണ്ടായതാണെന്ന് പറച്ചോണിക്കറിയാം. ഇതൊന്നും ശരിയല്ല. എല്ലാവരും ഒരുപോലെ നല്ലപോലെ മുന്നോട്ട് പോകണം. പ്രവാസികൾ ഇല്ലെങ്കിൽ ഇന്ന് കേരളമില്ല. പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മലയാളികൾ ഒന്നടങ്കം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഒന്നടങ്കം 14 ജില്ലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രവാസികൾ അവരൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ, അവരാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ സോഷ്യൽ മീഡിയകളിലൂടെ കമന്റുകൾ എഴുതിവിടും. ഈ എഴുതിവിടുന്നത് അവരുടെ ഉദ്ദേശം ഈ മതമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതോ ഈ എഴുതിവിടുന്നവൻ ഏത് രാജ്യത്താണ് ഇസ്ലാമിക രാജ്യത്തിരുന്നുകൊണ്ടാണ് എഴുതിവിടുന്നത്. കട്ടമുണ്ട്. ഇവനൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ മതേതരത്വത്തെയും മതസൗഹാർദ്ദത്തെയും ഐക്യത്തെയും തകർക്കുന്ന ഇതുപോലെയുള്ള ബീഹാറിലല്ല ഗോണ്ടനാമോ ജയിലിൽ കൊണ്ട് അടച്ചിട്ട് ലോകം മാതൃകയാവണം. ഇങ്ങനെയുള്ളവരെയൊക്കെ തക്കതായ ശിക്ഷ കൊടുത്തിട്ട് ലോകം മാതൃകയാവണം. ഇങ്ങനെയുള്ളവരൊന്നും ഭൂമിയിൽ ശരിക്കും ജീവിക്കുന്നവരല്ല. മനുഷ്യരാണെങ്കിലും ഭൂമിയിൽ ജീവിക്കാം, മൃഗങ്ങളാണെങ്കിലും ഭൂമിയിൽ ജീവിക്കാം. ആ പാവപ്പെട്ട കുടുംബത്തിലെ നാല് കുട്ടികളാണ് മരണപ്പെട്ടു പോയത്. ആ മാതാപിതാക്കൾ ഇന്നും നിലവിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അവർക്ക് ബോധം വരുമ്പോൾ അവരുടെ മക്കളില്ലെങ്കിൽ അത് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കവയ്യാതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് നല്ലത് കൊടുക്കട്ടെ, ധൈര്യം കൊടുക്കട്ടെ, ശക്തി കൊടുക്കട്ടെ, തമ്പുരാനെ ശക്തി കൊടുക്കണം നാഥാ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള മോശമായ കമന്റ് ജോസഫ് ബെന്നി എന്ന് പറയുന്ന നിന്നും ടൈപ്പിങ്ങിലൂടെ ഉണ്ടായത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, പിടിച്ചിട്ടില്ലെങ്കിൽ ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ട് അതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള KMCC പോലെയുള്ള ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്ന രാജ്യമാണ് സൗദി. ആ സൗദിയിലെ സംഘടനകളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഈ എഴുതിയിട്ടുള്ളത് സത്യമാണല്ലോ, അവനെ പിടിച്ച് അകത്തിടണം. തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഈ പറയുന്ന സംഘടനകൾ ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങൾ പ്രവാസികളല്ല. ഇപ്പൊ ഞങ്ങളുടെ രാജ്യത്താണ്. നിങ്ങൾ പ്രവാസികളാണ്. നിങ്ങൾക്ക് അതിന് കഴിയട്ടെ. ഇതുപോലുള്ള മരണങ്ങളിൽ ആരും സന്തോഷിക്കാതിരിക്കുക. നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ സംഭവിച്ചാൽ നമ്മൾക്ക് എത്ര വിഷമം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുക. ലോകത്ത് ഒരു മനുഷ്യരും അപകടത്തിൽപ്പെടരുത്, ഒരു മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എല്ലാ മനുഷ്യരും അന്നം കഴിക്കണം, എല്ലാവരും നല്ലപോലെ ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കമന്റിലൂടെ രേഖപ്പെടുത്തുമ്പോൾ ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ എന്റെയൊക്കെ കൺമുന്നിൽ കിട്ടിയായിരുന്നല്ലോ. ഒരിക്കലും വെറുതെ വിടരുത്. ഇതുപോലെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും മരണപ്പെട്ടിട്ട് അപകടങ്ങളിലൂടെ മരണപ്പെടുമ്പോൾ അവരുടെ മരണവാർത്തയെ സന്തോഷമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ കമന്റുകൾ ഇടുന്നവർ ആരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. അങ്ങനെയുള്ളവരുടെ ഫേസ് ലോകത്തോട് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അവരെ പൊതുസമൂഹം അകറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെയുള്ള മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും ഈ പറയുന്ന സന്തോഷത്തെയും എതിർത്തുകൊണ്ട് സങ്കടത്തെ സന്തോഷമാക്കി ജീവിക്കുന്ന ഇതുപോലുള്ള സർവനാശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.